വാർത്താരംഭത്തിലേക്ക് വിശദമായി നോക്കാം. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. വൻ പ്രചാരണം നടന്നിട്ടും പാലക്കാട് പോളിംഗ് കുറഞ്ഞതിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ആശങ്ക. പോളിംഗ് കുറഞ്ഞത് ബാധിക്കില്ലെന്ന് 3 മുന്നണി നേതൃത്വങ്ങളും അവകാശപ്പെടുന്നുണ്ടെങ്കിലും തങ്ങളുടെ വോട്ടുകളിൽ ചോർച്ചയുണ്ടായോ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് മുന്നണികൾ. ശക്തി മേഖലകളിൽ നിന്ന് വോട്ട് ചോർച്ചയുണ്ടായോ എന്ന പരിശോധനയിലേക്കും കണക്കെടുപ്പിലേക്കും കടക്കുകയാണ് നേതൃത്വങ്ങൾ. ഇതിനിടെ പതിവ് പോലെ പാലക്കാട് വോട്ട് കച്ചവട ആരോപണ സാധ്യതയുമുണ്ട്. TG സജിത്ത് ചേരുന്നു പാലക്കാട് നിന്ന്. സജിത്ത്, ഈ പാലക്കാട് ഒരു ഇളക്കി മറിച്ച പ്രചാരണമായിരുന്നല്ലോ തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം മുതൽ തന്നെ. അതിനിടെ ഒരുപാട് വിഷയങ്ങൾ ചർച്ചയാവുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും പോളിംഗിലേക്ക് സ്വാധീനിക്കുന്ന തരത്തിൽ എത്തിയില്ല എന്നാണ് ആ കണക്കുകൾ വ്യക്തമാക്കുന്നത്. പക്ഷെ അപ്പോൾ പോലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കാര്യമായിട്ടുള്ള വ്യത്യാസം പോളിംഗ് നിരക്കിൽ ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എങ്ങനെയാണ് മുന്നണികൾ ഇതിനെ വിലയിരുത്തുന്നത്? പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് വലിയ ആശയക്കുഴപ്പം മുന്നണി നേതൃത്വങ്ങളിലെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യം തർക്കമില്ല. കാരണം അത് ആ തരത്തിൽ എങ്ങനെ അത് തങ്ങളെ ബാധിക്കുമെന്ന കാര്യത്തിൽ കണക്കെടുപ്പ് പൂർണ്ണമായിട്ടുമില്ല. എന്തായാലും കണക്കെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അവലോകന യോഗം രാവിലെ തന്നെ എല്ലാ മുന്നണി നേതൃത്വങ്ങൾ ചെയ്യുന്നുമുണ്ട്. അത്തരത്തിലേക്ക് പോവുകയാണ്. ഇനി പ്രധാന കക്ഷി നേതാക്കളുടെ സാഹചര്യങ്ങളും സാധ്യതകളും അവരെങ്ങനെ വിലയിരുത്തുന്നു എന്ന് നോക്കാം. BJP ഇത്തവണ വിജയപ്രതീക്ഷയാണ്. 5000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമെന്ന് തന്നെയാണ് BJP കരുതുന്നത്. മൊത്തം പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും നഗരമേഖലകളിൽ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ കനത്ത പോളിംഗ് 80%-ലധികം പോളിംഗ് നടന്നിട്ടുണ്ട്. ഇതാണ് BJPയുടെ അവകാശവാദത്തിന് കാരണം. അവർ 2ാം സ്ഥാനത്ത് എത്തുമെന്ന് കരുതുന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം 2ാം സ്ഥാനത്ത് എത്തുന്നു എന്നത് UDFന് വലിയ വോട്ട് ചോർച്ച ഉണ്ടായി എന്നതാണ് BJPയുടെ കണക്കൂട്ടൽ. അതിന് കാരണമായി അവർ കാണുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ UDFനെ പിന്തുണച്ചില്ല എന്നതാണ്. അതിനൊപ്പം തന്നെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിന്റെ ഒരു വിഭാഗം വോട്ടുകൾ UDFന് അനുകൂലമായി പോയിട്ടുണ്ടെങ്കിൽ ഇത്തവണ അത് സംഭവിച്ചിട്ടില്ല. അത് ഇടതുപക്ഷത്ത് തന്നെ പോളിയപ്പെട്ടു. അങ്ങനെ 40,000 വോട്ടുകൾ ഇടതുപക്ഷം സമാഹരിക്കുമെന്ന് BJP തന്നെ കണക്കൂട്ടുന്നു എന്ന സാഹചര്യമാണ്. ഇത്തവണ BJPയുടെ കണക്കെടുപ്പ് ഇങ്ങനെയാണ്. 5000 വോട്ടിൽ പരം വോട്ടുകൾക്ക് തങ്ങൾ വിജയിച്ചു കയറും. നഗരമേഖലകളിലടക്കം കനത്ത പോളിംഗ് അനുകൂലമായി. അതേസമയം മറ്റും UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ അവർക്ക് വോട്ട് ചോർച്ച ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷം 2ാമതും 3ാം സ്ഥാനത്തേക്ക് UDF പിന്തള്ളപ്പെടും. BJP അങ്ങനെ കണക്കെടുക്കുന്നു. അതേസമയം UDF 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം തന്നെയാണ് അവരുടെ കണക്കെടുപ്പിൽ വരുന്നത്. എല്ലാ അനുകൂല ഘടകങ്ങളും ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥിയും അനുകൂല ഘടകമായി. സ്ഥാനാർത്ഥിക്കെതിരെ നെഗറ്റീവ് വോട്ട് ഉണ്ടാകുമോ എന്ന ഭയമുണ്ടായിരുന്നെങ്കിൽ കൂടിയും അത് പ്രവർത്തിച്ചിട്ടില്ല. ഒപ്പം സന്ദീപ് വാര്യരുടെ കൂറുമാറ്റം അടക്കമുള്ള ഏറ്റവും അനുകൂല സാഹചര്യങ്ങൾ കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകളെ ചേർത്ത് നിർത്തി എന്ന് തന്നെ അവർ കരുതുന്നു. കണ്ണാടി പഞ്ചായത്തിൽ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. അത് CPM വോട്ടുകളുടെ നഷ്ടമായി കോൺഗ്രസ് കണക്കുകൂട്ടുകയും ചെയ്യുന്നു. അതുകൊണ്ട് 10,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം തന്നെയാണ് കോൺഗ്രസിന്റെ കണക്കെടുപ്പിലും വരുന്നത്. അതേസമയം CPM കണക്കെടുപ്പിൽ അവർ പുറമേക്ക് വിജയം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇത്തവണ 2ാം സ്ഥാനത്തേക്ക് എത്തും എന്നതാണ് CPMന്റെ യഥാർത്ഥ കണക്ക്. അവർ അവകാശപ്പെടുന്നത് എങ്ങനെയാണ്? ഇത്തവണ 2ാം സ്ഥാനത്തേക്ക് CPM കടന്നുവരും. അതേസമയം UDFന്റെ വിജയ സാധ്യത തന്നെയാണ് അവരുടെ ആഭ്യന്തര കണക്കെടുപ്പിൽ ഉണ്ടാവുന്നത്. 40,000-ലധികം വോട്ടുകളുടെ സമാഹരണം, ഇടതുപക്ഷ വോട്ടുകളുടെ ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം സരിൻ കൂടുതൽ വോട്ടുകൾ സമാഹരിച്ചെങ്കിൽ, സരിൻ എന്ന സ്ഥാനാർത്ഥി കൂടുതൽ വോട്ടുകൾ സമാഹരിച്ചെങ്കിൽ ഒരുപക്ഷെ അത് വിജയത്തിലേക്ക് എത്താനുള്ള സാധ്യതയും ഇടതുപക്ഷ കേന്ദ്രങ്ങൾ തള്ളിക്കളയുന്നില്ല. 3ാം സ്ഥാനത്തേക്ക് ഇത്തവണ BJP പിന്തള്ളപ്പെടുമെന്നതാണ് ഇടതുപക്ഷത്തിന്റെ കണക്ക്. ഈ തരത്തിലുള്ള കണക്കെടുപ്പുകളാണ് പ്രാഥമികമായി മുന്നണി നേതൃത്വങ്ങൾ നടത്തിയിട്ടുള്ളത്. പക്ഷേ എല്ലാവരെയും കുഴയ്ക്കുന്ന ഒരു വിഷയം പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവാണ്. കാരണം ഇത്ര വലിയ പ്രചരണം നടന്നിട്ടും പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതെന്തു സംഭവിച്ചു എന്ന ചോദ്യമാണ്. 3 മുന്നണി നേതൃത്വങ്ങളും തങ്ങളുടെ വോട്ടുകളെ പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ചു എന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അവരുടെ കണക്ക് നമുക്ക് വിശ്വസിക്കണമെങ്കിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കണമായിരുന്നു. ആ വർധനവ് രേഖപ്പെടുത്തിയിട്ടുമില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന തുടർ കണക്കെടുപ്പിലെ വ്യക്തത വരികയുള്ളൂ. എന്തായാലും പ്രവചനാതീതം എന്ന രാഷ്ട്രീയ സാഹചര്യമാണ് പാലക്കാടിന്റെ ഇതുവരെയുള്ള പൊതുചിത്രം. അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുകയാണ്. രാഷ്ട്രീയ വിവാദത്തിൽ ഒട്ടും കുറവ് വന്നിട്ടില്ല. വോട്ട് കച്ചവട അടക്കമുള്ള ആരോപണങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ ഉയർന്നു വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ UDF നേതൃത്വം ഷാഫി പറമ്പിലും ഒപ്പം തന്നെ VK ശ്രീകണ്ഠനും അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. UDFന്റെ പ്രതീക്ഷകളും രാഷ്ട്രീയ തുടർ തന്ത്രങ്ങളും എന്താണെന്ന കാര്യത്തിലും നമുക്ക് വ്യക്തത ഉണ്ടാകും. സജിത്ത്, ഈ കണ്ണാടി പഞ്ചായത്തിലാണ് കഴിഞ്ഞ തവണ നോക്കുകയാണെങ്കിൽ 78.45 കണ്ണാടി പഞ്ചായത്തിലെ പോളിംഗ് ശതമാനം. ഇക്കുറി അത് 70.34. അതായത് 8% പോളിംഗ് കുറഞ്ഞതായി ഗണ്യമായിട്ടുള്ളൊരു കുറവ് രേഖപ്പെടുത്തുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ വലിയ വ്യത്യാസമില്ല താനും. അപ്പോൾ ഈ കണ്ണാടി പഞ്ചായത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ് കരുതുന്നത്?
എന്തോ കഴിഞ്ഞ 2021 അപേക്ഷിച്ച് 5% പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായി എന്നതാണ് മണ്ഡലത്തിന്റെ പൊതുചിത്രം. എന്നാൽ അധിക 3% കുറവ് കണ്ണാടി പഞ്ചായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു പക്ഷേ ഏറ്റവും അധികം ഇരട്ട വോട്ടുകൾ ചേർക്കപ്പെട്ടു എന്ന ആക്ഷേപം ഉണ്ടായിരുന്ന ഇടമാണ് കണ്ണാടി പഞ്ചായത്ത്. ഒരുപക്ഷെ ഈ ചേർക്കപ്പെട്ട ഇരട്ട വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാവാം ആ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക എന്നതാണ് പൊതുവിൽ പറയുന്ന ഒരു കാര്യം. പക്ഷേ അത് ഏതെങ്കിലും കക്ഷിക്ക് അനുകൂലമോ പ്രതികൂലമാവുമോ എന്ന ഒരു വിലയിരുത്തലിലേക്ക് പോവാൻ സമയമായിട്ടില്ല താനും. കണ്ണാടി പഞ്ചായത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് സിപിഎമ്മിന് വലിയ സ്വാധീന മേഖലയാണ്. അങ്ങനെയെങ്കിൽ ആ വോട്ട് കുറവ് വന്നത് ആരെ സ്വാധീനിക്കുമെന്നതിലും കണക്കെടുപ്പ് പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. നഗരമേഖലകളിൽ കനത്ത പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. തങ്ങളെ അനുകൂലിക്കുമെന്ന് BJP അവകാശപ്പെടുന്നതിന്റെ കാരണം അവരുടെ മേഖലകളിൽ അത്തരത്തിൽ പോളിംഗ് നടന്നു എന്നതാണ്. പക്ഷേ കോൺഗ്രസ് കണക്കെടുപ്പിൽ അവർ പറയുന്നത് തങ്ങളുടെ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു, സംഘടനാ സംവിധാനം ഏറ്റവും ഫലപ്രദമായി വർക്ക് ചെയ്ത ഇടമാണ് എന്നതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന വാദം. എന്തായാലും ഈ കണക്കെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ മുന്നണി നേതൃത്വങ്ങൾ നടത്തുന്ന അവകാശവാദം അത് കോൺഗ്രസ് 10,000 ഭൂരിപക്ഷവും BJP ഒരു 5,000-ൽ പരം ഭൂരിപക്ഷവുമാണ്. ഒരുപക്ഷെ അനുകൂല ഘടകങ്ങൾ ഏറ്റവും അനുകൂലമായി വർക്ക് ചെയ്താൽ വിജയിച്ചു കയറാമെന്ന് ഇടതുപക്ഷത്തിന്റെ കണക്കെടുപ്പും വരുന്നുണ്ട്. പക്ഷേ ഈ കണക്കെടുപ്പ് പൂർണ്ണമല്ലാത്തതിന്റെ കാരണം പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവാണ്. എല്ലാ മുന്നണി നേതൃത്വങ്ങളും പ്രതീക്ഷിച്ചത് പോളിംഗ് ശതമാനം വർധനവുണ്ടാകുമെന്നാണ്. നമ്മൾക്കറിയാം ഇന്നലെ പോളിംഗ് അവസാനിക്കുന്നതിന്റെ അവസാന 2 മണിക്കൂറുകൾ പോലും പ്രധാന സ്ഥാനാർത്ഥികൾ പോലും ന്യൂസ് 18 പങ്കുവച്ച അഭിപ്രായവും പ്രതീക്ഷയും പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേതിനൊപ്പമോ അതിന് മുകളിലേക്ക് ഉയരുമെന്നതാണ്. പക്ഷേ സംഭവിച്ചിട്ടില്ല അതെന്നതാണ്. ഇനി കൂട്ടിച്ചേർക്കാനുള്ളത് പോസ്റ്റൽ വോട്ടുകൾ മാത്രമാണ്. ആ പോസ്റ്റൽ വോട്ടുകളുടെ അല്പം കൂട്ടിച്ചേർക്കൽ കൂടി ചേരുമ്പോൾ ഒരുപക്ഷെ 71% മാത്രമേ പോളിംഗ് ഉയരാൻ സാധ്യതയുള്ളൂ. അങ്ങനെയെങ്കിൽ ഏറെക്കുറെ ഒരു 4%-ഓ 5%-ന്റെയോ പോളിംഗ് കുറവ് രേഖപ്പെടുത്തുകയാണ്. അതായത് കഴിഞ്ഞ 13 നടന്ന വോട്ടെടുപ്പിൽ വയനാട്ടിലും ചേലക്കരയും കണ്ടതിന് സമാനമായ കാഴ്ച പാലക്കാടും ആവർത്തിച്ചു എന്നതാണ്. രഥോത്സവം എന്ന കാരണം കൊണ്ടാണ് വോട്ടെടുപ്പ് ഇവിടെ നീക്കിവെച്ചത്. പക്ഷേ ആ ഒരു കാരണം കൊണ്ടും ഇവിടെ പോളിംഗ് ശതമാനത്തിൽ വർധനവ് ഉണ്ടായിട്ടില്ല എന്നതാണ് കൽപ്പാത്തി മേഖലകളിലെ കണക്കെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. റൈറ്റ്. എന്തായാലും പോളിംഗ് കുറഞ്ഞതിന്റെ ആശങ്ക അത് പ്രകടമാണ്. 3 മുന്നണികളിലും എങ്ങനെയാണ് ഇത് ബാധിക്കുക എന്നുള്ളതിന്റെ കണക്കുകൂട്ടലുകളാണ് നേതൃത്വങ്ങൾ. പി സരിൻ രാവിലെ ന്യൂസ് 18 പ്രതികരിച്ചിരുന്നു. UDF ശക്തി കേന്ദ്രങ്ങളിൽ തനിക്ക് അനുകൂലമായി വോട്ട് മറിഞ്ഞു എന്നാണ് LDF സ്ഥാനാർത്ഥി സരിന്റെ പക്ഷം. 40,000 വോട്ടുകൾ ഉറപ്പാക്കി. ഫലം അതെന്തായാലും ഇടതുപക്ഷത്തിനൊപ്പം ഇനി അടിയുറച്ചുണ്ടാകുമെന്നും സരിൻ ന്യൂസ് 18 പറഞ്ഞു. ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് അത് എവിടുന്ന് കുറഞ്ഞു, എങ്ങനെ കുറഞ്ഞു? ഇപ്പം 3 മുന്നണി നേതൃത്വങ്ങളും ഞങ്ങളുടെ വോട്ടുകൾ സേഫ് ആയിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങളെയൊക്കെ ഈ പോളിംഗിന്റെ ഒരു കുറവ് ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. LDFനെ അതൊരിക്കലും ആശയക്കുഴപ്പത്തിലാക്കില്ല. മാത്രമല്ല UDFും BJPയും പോളിംഗ് കുറഞ്ഞതിന്റെ അപകടം 23-ാം തീയതി മനസ്സിലാക്കും. 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. എങ്ങനെയാണ് സ്വന്തം വോട്ട് അവനവനെ ലഭിക്കാതെ പോയത് എന്നുള്ള ആശ്ചര്യപ്പെടുത്തുന്ന വിലയിരുത്തലിലേക്ക് അവർ പോകേണ്ടി വരും. ഞാൻ അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് പറയുന്നു, LDFന് കൃത്യമായി കിട്ടേണ്ട രാഷ്ട്രീയ വോട്ടുകൾ 40,000 ആണ് എന്നുള്ള അസസ്മെന്റ് ഉണ്ടായിരുന്നു. പഴയ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഈ പാർലമെന്റിൽ പോലും 36,000 വോട്ടുണ്ട്. 35,000 വോട്ട് തൊട്ട് മുൻപേ ഉണ്ട്. അപ്പോൾ 4,000-ഓളം വോട്ടുകളിൽ വന്ന കുറവുണ്ടായിരുന്നു. അത് പക്ഷേ പോൾ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ വോട്ടുകളാണ്. 40,000 സേഫ് രാഷ്ട്രീയ വോട്ടുകൾ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര ചിഹ്നത്തിലാണെങ്കിൽ പോലും കൃത്യമായി അമ്മമാരും പ്രായമേറിയവരും ഏറെയുള്ള വോട്ടർമാരുടെ ബേസാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വോട്ട് എന്ന് പറയുന്നത്. അവരൊക്കെ സന്തോഷത്തോടെ, എന്റെ പേടി അവിടെയായിരുന്നു. ചിഹ്നം കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ആശങ്കപ്പെടും അവരെന്ന് തിരിച്ചുവെന്ന് പറഞ്ഞാൽ ഒരാൾ പോലും അങ്ങനെ പ്രതികരിച്ചില്ല. കണ്ണാടിയിലും മാത്തൂരിലും നമ്മളത് പ്രത്യേകം നിർദ്ദേശം കൊടുത്തിരുന്നു. ഏതെങ്കിലും അമ്മമാർ തിരിച്ചു വന്ന് ചിഹ്നം കണ്ടില്ല, ഞാനതുകൊണ്ട് ചെയ്യാതെ വന്നു, അല്ലെങ്കിൽ ഞാൻ എവിടെയോ ചെയ്തു എന്നുള്ള അങ്ങനെ ഒരു ആൾ പോലും ഇല്ല. ഒരു കാര്യം കൂടി, ഇന്നലെ കെ സുരേന്ദ്രൻ വൈകിട്ടിട്ട പോസ്റ്റിൽ BJPയുടെ വിജയം അവകാശപ്പെടുന്നുണ്ട് അദ്ദേഹം. ഒപ്പം 2ാം സ്ഥാനത്ത് താങ്കൾ എത്തുമെന്നാണ് പ്രവചനം. എന്താണ് BJP താങ്കളുടെ ഒരു കുതിച്ചുകയറ്റം ഉണ്ടായി എന്ന് അവർ അംഗീകരിക്കുകയാണ്? അവര് ഗ്രൗണ്ടിൽ നിലയുറപ്പിച്ച് നിൽക്കുന്നവരാണെന്നുള്ളത് ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി അവർക്ക് ഗ്രൗണ്ടിൽ നിന്ന് വായിച്ചെടുക്കാൻ അറിയും എന്താണ് പൾസ് എന്നുള്ളത്. ആ പ്രവർത്തകരുടെ അത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിയായി CPM-ഉം LDF എന്നുള്ള മുന്നണിയും മറ്റൊരു പാർട്ടിയായി BJPയും NDA എന്നുള്ളതും ഒരു തർക്കമില്ലാത്ത വസ്തുതയാണ്. അപ്പോൾ ഒരു കേഡർ പാർട്ടിയിലേക്ക് വരുന്ന വോട്ടുകളും അതിൽ വരുത്തുന്ന ആരവവും മനസ്സിലാക്കാൻ, രണ്ടുപേരും കൂടി കളിയാണ്, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് തങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ ആ വോട്ട് എവിടെ പോയി എന്നുള്ളത്. അതവർക്ക് മനസ്സിലാക്കാൻ പറ്റി. അവരെ അസസ്മെന്റ് വളരെ കൃത്യമായി അവരുടെ നേതൃത്വത്തെ അറിയിച്ചു. അതുകൊണ്ടായിരിക്കാം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ റിപ്പോർട്ട് കിട്ടുന്നത്. ഗ്രൗണ്ടിലുള്ള പൾസ് പിക്ക് ചെയ്യാൻ BJPക്ക് പ്രത്യേക കഴിവുണ്ട്. പ്രത്യേകിച്ച് നഗരസഭയിൽ സ്വന്തം വോട്ട് ചോർന്നതാണെങ്കിൽ പോലും
അവർ അസസ്മെന്റ് കൃത്യമായി മനസ്സിലാക്കി. പാലക്കാട് എല്ലാ തവണയും വോട്ട് കച്ചവട ആക്ഷേപങ്ങൾ ഉയരാറുള്ളതാണ്. പലപ്പോഴും അത് ഈ ത്രികോണ പോരാട്ടം ആയതുകൊണ്ട് തന്നെ ഒരു മുന്നണി മറ്റൊരാൾക്ക് വോട്ട് മറിക്കുക എന്നുള്ളത്. ഇത്തവണ അങ്ങനെ എന്തെങ്കിലും സാധ്യത ഒരു ആരോപണമായിട്ടെങ്കിലും നിങ്ങൾ ഉന്നയിക്കുന്നുണ്ട്? അതെ, ഇത്തവണ അത്ര ഒരു ആരോപണം എനിക്കുണ്ട്. UDF LDF അനുകൂലമായി വോട്ട് മറിച്ചിട്ടുണ്ട്. ഞാനത് അങ്ങനെ തന്നെ പറയുന്നു. അതിലെ കൗതുകോ കുസൃതിയോ ഒക്കെ വേണമെങ്കിൽ നിലനിർത്താം, അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇത് കൊടുക്കുകയും ചെയ്യാം. UDF വോട്ടുകൾ LDFിലേക്ക് മറിഞ്ഞു. ഇതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ്. UDF വോട്ടുകൾ LDFിലേക്ക് കൂട്ടം കൂട്ടമായി പിരായിരിയിലും മുനിസിപ്പാലിറ്റിയിലും ഒരു സംശയവുമില്ലാതെ ഞാൻ പറയുന്നു. മാത്തൂരിലും പഞ്ചായത്തിലും രാഷ്ട്രീയ വോട്ടുകളുടെ എഡ്ജ്, അഭൂതപൂർവമായ എഡ്ജുള്ള സ്ഥലങ്ങളാണ്. അവിടെയും കോൺഗ്രസ് വോട്ടുകൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് വോട്ടുകൾ, മാത്തൂരിലെയും കണ്ണാടിയിലെയും കോൺഗ്രസ് വോട്ടുകൾ, പിരായിരിയിലെയും മുനിസിപ്പാലിറ്റിയിലും വരുമ്പോൾ ഞാൻ UDF എന്നുള്ള പ്രയോഗവും കണ്ണാടിയിലും മാത്തൂരിലും വരുമ്പോൾ ഞാൻ കോൺഗ്രസ് എന്ന് പറയുമ്പോഴും അതിന്റെ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. കൂട്ടമായി LDFിലേക്ക് മറിഞ്ഞു എന്നുള്ള സത്യം 23-ാം തീയതി വെളിപ്പെടും. അത് അതിന് കാരണമായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ ഒരു എതിർപ്പ് എന്നതാണോ താങ്കൾ വിശ്വസിക്കുന്നത്? പ്രവർത്തകരെ മനസ്സിലാക്കാൻ കഴിയാത്തൊരു സ്ഥാനാർത്ഥി, പ്രവർത്തകർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്ഥാനാർത്ഥിത്വം, ഇത് രണ്ടും ചേർന്ന് 5 ആഴ്ചയോളം അവര് കടിച്ചു പിടിച്ചു നിന്നു. അതിനൊരു റിലാക്സേഷൻ വന്നത് വോട്ടിംഗ് ദിവസമാണ്. മാത്രമല്ല, നോക്കുന്ന സമയത്ത് ആ പോളിംഗ് ബാലറ്റ് യൂണിറ്റിൽ എങ്ങനെയായിരുന്നു, അതായത് EVM യൂണിറ്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കുറെ വേക്കന്റ് കോളുണ്ട്. അപ്പൊ അതായത് ഒരു 20 പേരുടെ പേര് എഴുതാനുള്ള ഒരു കോളമായിട്ടാണ് അതിങ്ങനെ നിൽക്കുന്നതെന്ന് കൂട്ടുക. ഒത്ത നടുക്ക് നേരെ പോയി കാണുന്നത് ഏതാറിയോ? 9. 1നും 2നും മുകളിലേക്ക് പോകണം. താഴെ വേക്കന്റ് കോളവും. ഒരു മനുഷ്യൻ അതിലേക്ക് പോയി ആദ്യം നോക്കിയാൽ കാണുന്നത് 9ാമത്തെ പേരും ചിഹ്നമായിരുന്നു. ഇന്നലെ ഞാൻ പോലും ഞെട്ടിപ്പോവാണ്. ഞങ്ങൾ വളരെ പേടിച്ചിരുന്നതാ, ആളുകൾ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കി വരുമ്പോ 9ലേക്ക് എത്തുമെന്ന്. ഇത് ആദ്യമേ എത്തുന്നത് 9ലാ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സംശയം, അതായത് 1ഉം 2ഉം തഴഞ്ഞു വേണമല്ലോ 9 തെരഞ്ഞെടുക്കാൻ എന്ന് ആണ് ഞങ്ങൾ ഈ പറയുന്ന മറിയുന്ന വോട്ടുകളിൽ ഞങ്ങൾക്കുണ്ടായൊരു സങ്കടം. അപ്പൊ അവർക്ക് ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റിലല്ല നമ്മുടെ ആളുകൾ തന്നെ ചെയ്യണമെന്ന് തോന്നും. ഇതങ്ങനെയല്ല, നേരെ പോയി കണ്ടാൽ തന്നെ 9 കാണുന്നത്, നേരെ ചെയ്തു വന്നവരവരെല്ലാം. അതുകൊണ്ട് തന്നെ BJPയുടെ വോട്ടുകളും UDFന്റെ വോട്ടുകളും കൃത്യമായി LDFിലേക്ക് മറിഞ്ഞ തെരഞ്ഞെടുപ്പാണിത് എന്നുള്ളത് ഞാൻ ഒരേ സമയം പറയാണ്. 2 വോട്ടുകളും LDFിലേക്ക് മറിഞ്ഞ തെരഞ്ഞെടുപ്പാണിത്. ഒരു കാര്യം കൂടി അവസാന ചോദ്യം, താങ്കൾ കടുത്ത രാഷ്ട്രീയ തീരുമാനം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തീരുമാനം ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് സ്വീകരിച്ച് കടന്നു വന്ന ഒരാളാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഇനി 3 ദിവസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഫലം വരികയാണ്, സസ്പെൻസ് പൂർണ്ണമാവുകയാണ്. ആ ഫലം എന്ത് തന്നെയായാലും താങ്കൾ സ്വീകരിച്ച പുതിയ രാഷ്ട്രീയത്തിനൊപ്പം നിലയുറപ്പിച്ച് തലയുറപ്പിച്ച് തന്നെ മുന്നോട്ടുണ്ടാവും. അതിലെന്താണ് ഇത്ര സംശയം? ഈ ചോദ്യങ്ങളിലാണ്, മുൻകാല ശീലങ്ങൾ വെച്ചായിരിക്കാം ഈ ചോദ്യങ്ങൾ വരുന്നത്. ഞാനെടുത്തതൊരു രാഷ്ട്രീയ നിലപാടാണ്, അതിന്റെ തുടർച്ചയാണ് ഉണ്ടാകേണ്ടത്. തെരഞ്ഞെടുപ്പ് വിജയോ പരാജയോ അല്ലല്ലോ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയ്ക്ക്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ തുടർച്ച എന്ന് പറയുന്നത് സംഘടനാ പ്രവർത്തനത്തിന്റെ ബലമാണ്. ആ ബലം ഒരു ഫ്രഷ്നസോടുകൂടി അവതരിപ്പിക്കാൻ സാധിക്കുന്ന മുഖങ്ങളിൽ ഒരാളായി പാർട്ടി നമ്മളെ പരിഗണിച്ചതുകൊണ്ടാണ് വന്ന ഉടനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. എന്തായാലും തികഞ്ഞ കോൺഫിഡൻസ് ആണ്. UDF വോട്ടുകൾ BJP വോട്ടുകൾ അടക്കം തനിക്ക് അനുകൂലമായി മാറി എന്നതാണ് സരിൻ മുന്നോട്ട് വെക്കുന്ന അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനവും. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം TG സജിത്, ന്യൂസ് 8. BJP വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തുവെന്ന് പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. പോളിംഗ് ശതമാനത്തിലെ കുറവ് LDFനും UDFനും തിരിച്ചടിയാകുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകളെ സംബന്ധിച്ച് ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിരുന്നു ബൂത്ത് അടിസ്ഥാനത്തിൽ. ആ ലിസ്റ്റ് അനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തകർ, ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ പോളിംഗ് നടത്തി ആ വോട്ടുകൾ പരമാവധി പോളിപ്പിക്കുക എന്നുള്ള ഒരു പ്രവർത്തനം നടത്തിയിരുന്നു. അതിൽ ഞങ്ങൾ 100% വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കൃത്യമായിട്ട് ലഭിക്കാനും അതോടൊപ്പം തന്നെ 2 മുന്നണികൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിക്കേണ്ട പഞ്ചായത്തുകളിൽ അവർ പുറകിൽ പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവും അത് 2 മുന്നണികളെയും ബാധിക്കും. G. ശ്രീജിത്ത് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, വടക്കുന്നാഥിനു പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ, പാലക്കാട് വിജയം NDAക്ക്. BJP സംസ്ഥാന അധ്യക്ഷന്റെ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ BJPക്ക് ഇത്രമാത്രം ഒരു ആത്മവിശ്വാസം നൽകുന്ന ഘടകം എന്താണ്? സംഘടനാ പ്രവർത്തനം തന്നെയാണ്. അതായത് താഴെത്തട്ടിൽ നടത്തിയ സംഘടനാ പ്രവർത്തനം, സ്വന്തം വോട്ടുകൾ പോൾ ചെയ്യാൻ കഴിഞ്ഞു. ഇതൊക്കെയാണ് BJP ആത്മവിശ്വാസമായി പറയുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം, കണ്ണാടിയിലും മാത്തൂരിലും സാധാരണഗതിയിൽ UDF ക്യാമ്പിലേക്ക് വോട്ടുകൾ പോകാറുണ്ട്. പക്ഷേ LDF ഇത്തവണ അവിടെ നല്ല സംഘടനാ പ്രവർത്തനം നടത്തി. ഈ 2 പഞ്ചായത്തുകളിലും LDF 1ാം സ്ഥാനത്തെത്തും എന്നതാണ് അവരുടെ ഒരു കണക്കുള്ളത്. അതുകൊണ്ട് തന്നെ നഗരസഭയിൽ ഏതാണ്ട് 9,000-നും 10,000-നും ഇടയിൽ ലീഡ് നേടുകയും മറ്റു പഞ്ചായത്തുകളിൽ വല്ലാതെ പിന്നോട്ട് പോകാതിരിക്കുകയും ചെയ്യുന്നു.
അങ്ങനെ മറികടക്കാൻ സാധിക്കും. ഇപ്പോൾ പിരായിരി പോലുള്ള സ്ഥലങ്ങളിൽ പോളിംഗ് ശതമാനം കാര്യമായി കുറഞ്ഞതും വലിയ ആശ്വാസമായി NDA ക്യാമ്പ് കാണുകയാണ്. പ്രത്യേകിച്ച് കണ്ണാടി ഉൾപ്പെടെയുള്ള മേഖലകളിലും പോളിംഗ് ശതമാനം കാര്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു ആത്മവിശ്വാസം പ്രധാനമായും നേരിട്ട് താഴെത്തട്ടിൽ ഏതാണ്ട് 6000-ഓളം വോട്ടർമാർ BJPയിൽ നിന്ന് BJPക്കാരായ ആളുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും കൃത്യമായി വോട്ട് ചെയ്യാറ് സംഘപരിവാർ വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതിരുന്നിട്ടുണ്ട്. അത് ഓരോന്നും ഓരോ മണിക്കൂറിലും ഇടവിട്ട് ഈ വോട്ടുകൾ പരിപൂർണമായും പോള് ചെയ്യിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നതാണ്. അത് ഇന്നലെ പോളിംഗ് നടന്ന സമയത്തും അത് നടന്നു. അത് പൂർണ്ണമായും പോൾ ചെയ്തു. അതാണ് BJP നഗരസഭയിലടക്കം ഈ ഒരു നേരത്തെ ഒരു 6000-ൽ പരം വോട്ടുകളുടെ ലീഡാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ അത് 9000-ഓളം എത്തും, അല്ലെങ്കിൽ 10,000-ഓളം എത്തും എന്നും പറയുന്നത്. മാത്രമല്ല UDFിലേക്ക് മാത്തൂരിൽ നിന്നും കണ്ണാടിയിൽ നിന്നും കഴിഞ്ഞ തവണയുണ്ടായ വലിയ ഷിഫ്റ്റ് അത് ഉണ്ടാകില്ല എന്നും അവർ കരുതുകയാണ്. എന്തായാലും ഇങ്ങനെ ഒക്കെ മുന്നോട്ട് പോകാം, അങ്ങനെ ജയിച്ച് ഒന്നാമതെത്താം. ഫലത്തിൽ അപ്പോൾ സംഭവിക്കുന്നത് LDF രണ്ടാമതെത്തും. കണ്ണാടിയിലും മാത്തൂരിലും കാര്യമായി മുന്നോട്ട് പോകുമ്പോൾ LDF രണ്ടാമതെത്തുമെന്നും BJP കണക്ക് കൂട്ടുകയാണ്. എൽദോ, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. BJP ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. പക്ഷേ അപ്പോഴും ഈ പോളിംഗ് കുറഞ്ഞത് എങ്ങനെയാണ് ഈ ഫലത്തെ സ്വാധീനിക്കുക എന്നുള്ളത് കണ്ടു തന്നെ അറിയുകയും വേണം. വാർത്താരംഭം തിരികെ എത്തും ഇടവേളയ്ക്ക് ശേഷം. നടൻ മേഘനാഥൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. നടൻ ബാലൻ K നായരുടെ മകനാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. സംസ്കാരം വൈകിട്ട് ഷൊർണൂരിലുള്ള വീട്ടിൽ നടക്കും. ചെങ്കോൽ, ഈ പുഴയും കടന്ന് തുടങ്ങി 50-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. കുന്താപൂർ ഉടുപ്പി ദേശീയപാതയിൽ വാഹനാപകടം, 7 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. മൂകാംബിക ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ സഞ്ചരിച്ച ഇന്നോവ കാറിൽ മീൻ ലോറി ഇടിക്കുകയായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്തു. കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ ഗ്യാസ് ടാങ്കർ ഉയർത്തി. പുലർച്ചെയോടെ ക്രെയിൻ എത്തിച്ചാണ് ടാങ്കർ ഉയർത്തിയത്. വ്യാവസായിക ആവശ്യത്തിനുള്ള വാതകം നിറച്ച ടാങ്കറാണ് മറിഞ്ഞത്. പാലക്കാട് പോളിംഗ് കുറഞ്ഞതിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് വാർത്താരംഭം തുടരുന്നു. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ഉന്നതതല യോഗം നാളെ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം. ഭൂമിയുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കാമെന്നതാണ് പ്രധാന ചർച്ച. നിയമ, റവന്യൂ, വഖഫ് മന്ത്രിമാർ, വഖഫ് ബോർഡ് ചെയർമാൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. ഡാനി പോൾ ചേരുന്ന വിവരങ്ങളുമായി. ഡാനി, വലിയ ചർച്ചയായ വിഷയമാണ്. വലിയ പ്രതിഷേധം ഉയരുകയാണ് നിലവിലും മുനമ്പത്ത്. മുനമ്പം നിവാസികൾ എങ്ങനെ ഈ യോഗത്തെ ഉറ്റുനോക്കുന്നുണ്ട്? നാളത്തെ യോഗം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നതിനാൽ. എൽദോ, ഇതിലൊരു ആദ്യ യോഗം, ഒരു ഔദ്യോഗികമായി നേരത്തെ മുഖ്യമന്ത്രി സമരസമിതി അംഗങ്ങളുമായെല്ലാം കൂടിക്കാഴ്ച നടത്തുകയും എന്താണ് ഇവരുടെ വിഷയങ്ങൾ എന്നതെല്ലാം തന്നെ ചോദിച്ച് മനസ്സിലാക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യത്തിൽ ഔദ്യോഗിക തലത്തിലുള്ള ഒരു ചർച്ച അത് പറഞ്ഞിരുന്നതാണ്. അതിന്റെ ഒരു ആദ്യഘട്ട നടപടി എന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. വളരെ പ്രതീക്ഷയോടെയാണ് ഇവർ ഇതിനെ കാണുന്നത്. പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ഉന്നതതല ഒരു യോഗം, ഉന്നതതല ഒരു ചർച്ചയാണ് ഇത് നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 വകുപ്പ് മന്ത്രിമാർ ഇതിൽ പങ്കെടുക്കുന്നു. നിയമം, റവന്യൂ, വഖഫ് മന്ത്രിമാർ ഇതോടൊപ്പം പങ്കെടുക്കുന്നു. ഈ വകുപ്പുകളുടെ സെക്രട്ടറിമാരും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ചയിലുണ്ട്. ഇതിന്റെ ഒരു പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഇതിൽ ഇപ്പോൾ മുനമ്പത്തുള്ളവരുടെ റവന്യൂ അവകാശങ്ങൾ, അവരുടെ കൈവശ അവകാശങ്ങൾ അത് പുനഃസ്ഥാപിക്കാൻ കഴിയുമോ, അതിൽ എന്ത് നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്ന കാര്യമാണ് പ്രധാനമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്നത്. അതിൽ വഖഫ് ബോർഡിന്റെ നിലപാട് അതിൽ അതീവ നിർണായകം തന്നെയാണ്. കാരണം അവരിതിൽ അവകാശവാദം ഉന്നയിച്ചാൽ ഇത് തങ്ങളുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഒരു തുടർ ചർച്ചകൾക്കടക്കം അതിൽ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എന്താണ് വഖഫിന്റേതായ നിലപാട്, അങ്ങനെയാണെങ്കിൽ തന്നെ അത് മറികടക്കാൻ മറ്റെന്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിലുള്ള ആദ്യഘട്ട ചർച്ചയായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാനായിട്ട് കഴിയുള്ളൂ. എന്തായാലും അത് ചർച്ച, അതിന്റെ ഒരു ഔട്ട്കം അത് വ്യക്തമായൊരു ദിശാസൂചകം ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ
മുനമ്പത്തെ ആളുകൾ, മുനമ്പത്തെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അവരിൽ നിന്നുള്ള വിശദാംശങ്ങൾ റവന്യൂ വിഭാഗം ശേഖരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫറൂഖ് കോളേജിന്റെ ഭൂമി എങ്ങനെയാണ് ഇവരിലേക്ക് വന്നത്, ആരിൽ നിന്ന് അത് വാങ്ങിച്ചു, അതുമായി ബന്ധപ്പെട്ട രേഖകൾ, ഇവർ ഇത്രയും കാലം ഇതിന്റെ കരമടച്ച റസീറ്റുകൾ, കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വസ്തുതാ വിവരങ്ങളടക്കം ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ അവകാശങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിൽ ചർച്ചകളിലേക്ക് വരും. ഒപ്പം അവിടെ രാഷ്ട്രീയപരമായ ഒരു ഇടപെടലുകൾ വളരെ പെട്ടെന്ന് നടക്കുന്നതായിട്ട് തന്നെയാണ് ഒരു വിലയിരുത്തലുള്ളത്, സർക്കാരിൻ്റെ അടക്കമുള്ള വിലയിരുത്തൽ. അപ്പോൾ അത്തരമൊരു ധ്രുവീകരണം അല്ലെങ്കിൽ ഒരു വർഗീയ ധ്രുവീകരണം അവിടെ നടക്കുന്നു എന്നൊരു ആരോപണമടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലുള്ള സത്വരമായ ഒരു ഇടപെടൽ കൂടി സർക്കാർ ഇതിൽ ഉദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിലൊരു ആദ്യഘട്ട ചർച്ചയാണ് ഇതിൽ നാളെ നടക്കാനിരിക്കുന്നത്. റൈറ്റ്, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയെന്നാണെങ്കിലും മുനമ്പം നിവാസികളുടെ പ്രശ്നം അത് പരിഹരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ നിലനിൽക്കുന്നു. സീപ്ലെയിൻ പദ്ധതിയിൽ ടൂറിസം വകുപ്പിനെതിരെ വിമർശനവുമായി CPI മുഖപത്രം ജനയുഗം. സീപ്ലെയിൻ പദ്ധതി ലാഭകരമല്ല എന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ചുകൊണ്ട് ടൂറിസം മേഖലയുടെ സ്വപ്നങ്ങൾ ലക്ഷ്യം കാണുന്നുവെന്ന് ചിലർ പ്രചരിപ്പിക്കുകയാണ്. മത്സ്യബന്ധനം ഉപജീവനമാക്കിയ പാവപ്പെട്ടവരുടെ താൽപര്യം കൂടി പരിഗണിക്കണം. വനപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ടൂറിസം കേന്ദ്രങ്ങളിൽ പദ്ധതി തുടങ്ങുന്നതിന് എതിർപ്പില്ല. കായലുകളിൽ പദ്ധതി ആരംഭിക്കുന്നതിനെയാണ് തൊഴിലാളി സംഘടനകൾ എതിർത്തത്. ആ നിലപാടിൽ മാറ്റമില്ലെന്നും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. മന്ത്രി സജി ചെറിയാന് ഇന്ന് നിർണായക ദിനമാണ്. വിവാദമായ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. അഭിഭാഷകനായ ബൈജു M. നോയൽ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് വിധി പറയുന്നത്. കേസ് ഡയറിയും പ്രസംഗത്തിന്റെ വിശദമായ രൂപവും പരിശോധിച്ച ശേഷമാണ് സിംഗിൾ ബെഞ്ച് വിധി പറയാൻ പോകുന്നത്. സജി ചെറിയാന്റെ പരാമർശത്തിൽ പ്രഥമ ദൃഷ്ട്യ അവഹേളനമുണ്ടെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഭരണസ്വാധീനം ഉപയോഗിച്ച് സജി ചെറിയാൻ കേസ് അട്ടിമറിച്ചുവെന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം. തൊണ്ടിമുതൽ തിരിമറി കേസിൽ ആന്റണി രാജു MLA പുനഃപരിശോധന ഹർജിയുമായി മുന്നോട്ട് പോയേക്കും. ഇതു സംബന്ധിച്ച് വൈകാതെ തീരുമാനമെടുക്കും. 1 വർഷത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം. 34 വർഷം മുമ്പാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിചാരണാ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പല പ്രതിസന്ധികളുമുണ്ട്. മന്ത്രിസ്ഥാനത്തുണ്ടായിരുന്നപ്പോൾ തനിക്കെതിരെ നീക്കം നടത്തിയവർ തന്നെയാണ് ഇപ്പോഴത്തെ വേട്ടയാടിന് പിന്നിലെന്നും ആന്റണി രാജു പ്രതികരിച്ചിരുന്നു. കെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാമെന്ന പോലീസിന്റെ നിയമോപദേശം. IAS ഉദ്യോഗസ്ഥരെ മതാടിസ്ഥാനത്തിൽ വേർതിരിച്ചുണ്ടാക്കിയ വാട്സാപ്പ് ഗ്രൂപ്പ് അത് ഭിന്നിപ്പുണ്ടാക്കാനും ഐക്യം തകർക്കാനും മതസ്പർദ്ധ വളർത്താനും വഴിയൊരുക്കുന്നതാണെന്ന് ജില്ലാ ഗവൺമെന്റ് ലീഡർ നിയമോപദേശത്തിൽ ചൂണ്ടിക്കാട്ടി. VB വിനോദ് ചേർന്ന വിവരങ്ങളുമായി. വിനോദ്, അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ നടപടിയിലേക്ക് കടക്കുമോ പോലീസ്? എൽദോ, അങ്ങനെ തന്നെയാണ്. വളരെ വൈകാതെ തന്നെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാനുള്ള നടപടിയിലേക്ക് പോലീസ് നീങ്ങിയേക്കും. നേരത്തെ തിരുവനന്തപുരം സിറ്റി പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയത്. അതൊരു FIR രജിസ്റ്റർ ചെയ്യാതെ പ്രാഥമികമായ അന്വേഷണമായിരുന്നു. ഗോപാലകൃഷ്ണന്റെ വാദം തന്റെ ഫോൺ മറ്റാരോ ഹാക്ക് ചെയ്തു എന്ന നിലയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോറൻസിക്കിന്റെ പരിശോധന ഉണ്ടായിരുന്നു. പിന്നീട് ഗൂഗിളിൽ നിന്നും മെറ്റയിൽ നിന്നും വിശദാംശങ്ങൾ തേടി ഹാക്കിംഗ് വാദം കളവാണെന്ന് ബോധ്യപ്പെടുകയും ഇത് റിപ്പോർട്ടായി DGPക്ക് നൽകുകയും DGP ചീഫ് സെക്രട്ടറിക്ക് ഈ റിപ്പോർട്ട് കൈമാറുകയും ചെയ്തു. തുടർന്നാണ് നടപടിക്ക് ശുപാർശ ചെയ്ത് ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇനിയുള്ള നടപടി ഏതായിരുന്നാലും കേസെടുക്കാമെന്ന ഒരു നിയമോപദേശം ലഭിച്ചിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് തന്നെ ഇക്കാര്യത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാഹചര്യമാണ്. IAS ഉദ്യോഗസ്ഥനായതുകൊണ്ടും ഇതിൽ വിശദമായ പരിശോധനകളും അന്വേഷണവും വേണ്ടതുകൊണ്ടും ഒരുപക്ഷെ ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള സാധ്യതയുമുണ്ട്. 2 ഫോണുകളാണ് ഗോപാലകൃഷ്ണൻ ഉപയോഗിച്ചിരുന്നത്. 11ഓളം ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയെന്ന് പോലീസിന് മൊഴി നൽകിയിരുന്നു. എന്നാൽ 2 ഫോണുകളും ഫോർമാറ്റ് ചെയ്ത ശേഷമാണ് ഗോപാലകൃഷ്ണൻ കൈമാറിയത്. ഈ നടപടികളെല്ലാം തന്നെ ദുരൂഹമായി വിലയിരുത്തപ്പെടുകയും ചെയ്തു. ആദ്യം ഹിന്ദു ഓഫീസേഴ്സ് എന്ന പേരിലും മല്ലു ഹിന്ദു ഓഫീസേഴ്സ് എന്ന പേരിലും അത് വിവാദമായപ്പോൾ പിന്നീട് മുസ്ലിം ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി മറ്റൊരു ഗ്രൂപ്പും രൂപീകരിക്കുകയായിരുന്നു. നിയമോപദേശത്തിൽ പറയുന്നത് IAS ഉദ്യോഗസ്ഥരുടെ ഐക്യവും സ്നേഹവും അവരുടെ ഒത്തൊരുമയും തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തിയതുകൊണ്ട് തന്നെ കേസെടുത്ത് മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ല എന്ന കാര്യമാണ്. എൽദോ, റൈറ്റ്. എന്തായാലും മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ വിഷയത്തിൽ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാമെന്നുള്ളതാണ് നിയമോപദേശം. ഉടൻ തന്നെ പോലീസ് അതിലേക്ക് കടക്കുകയും ചെയ്യും. VB വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താരംഭത്തിൽ ഒരു ഇടവേള കൂടി.
നടൻ മേഘനാഥൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. നടൻ ബാലൻ കെ നായരുടെ മകനാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. സംസ്കാരം വൈകിട്ട് ഷൊർണൂരിലുള്ള വീട്ടിൽ നടക്കും. ചെങ്കോൽ, ഈ പുഴയും കടന്ന് തുടങ്ങി 50-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. കുന്താപൂർ ഉടുപ്പി ദേശീയപാതയിൽ വാഹനാപകടം, 7 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. മൂകാംബിക ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ സഞ്ചരിച്ച ഇന്നോവ കാറിൽ മീൻ ലോറി ഇടിക്കുകയായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്തു. കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ ഗ്യാസ് ടാങ്കർ ഉയർത്തി. പുലർച്ചെയോടെ ക്രെയിൻ എത്തിച്ചാണ് ടാങ്കർ ഉയർത്തിയത്. വ്യാവസായിക ആവശ്യത്തിനുള്ള വാതകം നിറച്ച ടാങ്കറാണ് മറിഞ്ഞത്. പാലക്കാട് പോളിംഗ് കുറഞ്ഞതിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ആശങ്ക. വോട്ടുകളിൽ ചോർച്ചയുണ്ടോ എന്ന് ഉറപ്പിച്ചു പറയാനാവാത്ത അവസ്ഥയിൽ മുന്നണികൾ. ശക്തി മേഖലകളിൽ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടായോ എന്ന പരിശോധനയിലേക്കും കണക്കെടുപ്പിലേക്കും കടന്ന് മുന്നണി നേതൃത്വങ്ങൾ. മഹാരാഷ്ട്രയും ജാർഖണ്ഡും BJP പിടിക്കുമെന്ന് പ്രവചിച്ച് എക്സിറ്റ് പോളുകൾ. NCP കോൺഗ്രസ് സഖ്യത്തിന് സാധ്യത കൽപ്പിക്കുന്നത് ഒരേ ഒരു എക്സിറ്റ് പോൾ. ജാർഖണ്ഡിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുക BJP. എക്സിറ്റ് പോളിനപ്പുറം വിജയമുണ്ടാകുമെന്ന് വാർത്താരംഭം തുടരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അന്വേഷണ പുരോഗതി SIT ഹൈക്കോടതിയെ നേരിട്ടറിയിക്കും. വിനോദ മേഖലയിലെ ചൂഷണങ്ങൾ അവസാനിപ്പിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങൾ ഹൈക്കോടതി പരിഗണിക്കും. ഹർജിക്കാരിൽ നിന്നും മറ്റ് എതിർകക്ഷികളിൽ നിന്നും ശേഖരിച്ച നിയമനിർമ്മാണ നിർദ്ദേശങ്ങൾ അമിക്കസ് ക്യൂറി ഹൈക്കോടതിക്ക് നൽകും. ചലച്ചിത്ര വിനോദ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലാണ് നിയമനിർമ്മാണ നിർദ്ദേശങ്ങൾ നൽകുന്നത്. സർക്കാരുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സാംസ്കാരിക വകുപ്പും സത്യവാങ്മൂലമായി നൽകും. ഹേമ കമ്മിറ്റിയുടെ രൂപീകരണം ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ സർക്കാർ മറുപടി സത്യവാങ്മൂലവും നൽകിയേക്കും. ഇന്നലെ കളമശ്ശേരിയിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞ ഗ്യാസ് ടാങ്കർ ഉയർത്തി. പുലർച്ചെയോടെ ക്രെയിൻ എത്തിച്ചാണ് ടാങ്കർ ഉയർത്തിയത്. വ്യാവസായിക ആവശ്യത്തിനുള്ള വാതകം നിറച്ച ടാങ്കറാണ് ഇന്നലെ മറിഞ്ഞത്. ഇരുമ്പനത്തെ BPCL പ്ലാന്റിൽ നിന്നും ഗുജറാത്തിലേക്ക് പോവുകയായിരുന്ന കളമശ്ശേരി TVS ജംഗ്ഷനിൽ വെച്ചാണ് ഈ ടാങ്കർ മറിയുന്നത്. ഡ്രൈവർ ക്യാബിൻ എത്തിച്ച ശേഷം ടാങ്കർ ഇരുമ്പനത്തേക്ക് തിരികെ കൊണ്ടുപോയി. ഡാനി പോൾ റിപ്പോർട്ട്. ആശങ്കയുടെ ആ മണിക്കൂറുകൾ അവസാനിച്ചിരിക്കുന്നു. കൊച്ചിയിൽ മറിഞ്ഞ ടാങ്കർ, വാതക ടാങ്കർ അത് ഉയർത്തി. അതോടൊപ്പം തന്നെ അതിന്റെ ഡ്രൈവർ ക്യാബിൻ മാറ്റി. മണിക്കൂറുകൾ നീണ്ടുനിന്ന പരിശ്രമം അത് പൂർത്തിയായിരിക്കുന്നു. ഇപ്പോഴത് വീണ്ടും ഇവിടേക്ക് BPCLന്റെ ഇരുമ്പനത്തുള്ള പ്ലാന്റിലേക്ക് തിരികെ കൊണ്ടുപോകുകയാണ്. അതോടൊപ്പം ഇതിനൊപ്പം തന്നെയും മറ്റേതെങ്കിലും രീതിയിൽ അവിടെ നിന്ന് ഇന്ധനം നീക്കേണ്ടി വരികയാണെങ്കിൽ അതിനുവേണ്ടി സജ്ജമാക്കിയ ഡമ്മി ടാങ്കർ കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇവിടെ നിന്ന് പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റുന്നു. ഇന്നലെ രാത്രിയാണ്, അർദ്ധരാത്രിയാണ് ഈ ടാങ്കർ വ്യാവസായിക വാതകവുമായി ഇവിടേക്ക് ഇരുമ്പനത്ത് നിന്ന് ഗുജറാത്തിലേക്ക് പോവുകയായിരുന്ന ടാങ്കർ കളമശ്ശേരിയിലെ TVS ജംഗ്ഷന് സമീപം വിട്ട് നിയന്ത്രണം വിട്ട് ഇവിടെ മറിയുന്നത്. 20 ടണ്ണോളം ഇന്ധനം ഇതിനകത്ത് ഉണ്ടായിരുന്നു, വാതകം ഇതിനകത്ത് ഉണ്ടായിരുന്നു. പ്രൊപ്പലൈൻ ഗ്യാസ് ആയിരുന്നു. ഗുജറാത്തിലേക്ക് വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോവുകയായിരുന്നു BPCL നിന്ന്. ഇവിടെ വെച്ച് ഈ ടാങ്കർ മറിയുകയും അതിന് ഗുരുതരമായ രീതിയിൽ തന്നെ ആശങ്ക ഉയർന്നിരുന്നു. കാരണം ഇതിൽ നിന്ന് വാതകം ചോരുന്നുണ്ടോ എന്നായിരുന്നു ആദ്യത്തെ സംശയം. അതില്ല എന്ന് സ്ഥിരീകരിക്കും. തുടർന്ന് ഈ ടാങ്കർ ഉയർത്താനുള്ള ശ്രമങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അർദ്ധരാത്രി പിന്നിട്ടതിനു ശേഷം ടാങ്കർ ഉയർത്താനുള്ള ശ്രമങ്ങൾ നടന്നു. അപ്പോൾ അതിന്റെ റെഗുലേറ്ററിൽ ചില തകരാറുകൾ കണ്ടു. ഇതിൽ ചോർച്ചയുണ്ട് എന്ന രീതിയിലേക്ക് വന്നു. പിന്നീട് പരിശോധനകൾക്ക് ശേഷം അത് നിയന്ത്രിതമായ രീതിയിലാണെന്നും ആശങ്കപ്പെടേണ്ടതില്ല എന്നും BPCL അറിയിച്ചു. അവർ തന്നെ ആ റെഗുലേറ്ററിന്റെ ചോർച്ച പരിഹരിക്കുകയും തുടർന്ന് പുലർച്ചയോടുകൂടി ഡമ്മി ടാങ്കർ ഇവിടേക്ക് എത്തിക്കുകയും ഇതിൽ നിന്ന് വാതകം നീക്കണോ അതോ അതിന്റെ ഡ്രൈവർ ക്യാബിൻ കൊണ്ടുപോകണമോ എന്നതിലായിരുന്നു ചർച്ച. അതിൽ ഡ്രൈവർ ക്യാബിൻ കൊണ്ടുവരികയും ഇതിൽ തകരാറ് സംഭവിച്ച ഇതിൽ മറിഞ്ഞു വീണ ഡ്രൈവർ ക്യാബിൻ അത് പൂർണ്ണമായി മാറ്റി പുതിയ ഡ്രൈവർ ക്യാബിൻ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് തിരിച്ച് കൊണ്ടുപോവുകയുമാണ്. അങ്ങനെ ഒരു ആശങ്ക ഇത് സംബന്ധിയായ കാര്യങ്ങൾ ഉണ്ടായിരുന്ന പൂർണ്ണമായും ഒഴിവായിരുന്നു. ഇതുവഴിയുള്ള
ഗതാഗതം ഇന്നലെ അർദ്ധരാത്രി മുതൽ അത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. മറ്റു വഴിയിലൂടെയായിരുന്നു വാഹനം തിരിച്ചുവിട്ടിരുന്നത്. ഇനിയിപ്പോൾ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുകയും ചെയ്യും. എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് വിശദമായ രീതിയിൽ തന്നെ BPCL അന്വേഷണം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ആശങ്ക, വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടായിരുന്നു. അത് പൂർണ്ണമായി മണിക്കൂറുകൾ നീണ്ടുനിന്ന പരിശ്രമം പോലീസിന്റെയും അഗ്നിരക്ഷാസേനയുടെയും എല്ലാം പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് അത് ഒഴിവായിരിക്കുന്നു എന്നതാണ്. കളമശ്ശേരിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. ഇന്നലെ മറിഞ്ഞ ടാങ്കർ ഉയർത്തി ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കളമശ്ശേരിയിൽ നിന്ന്. കരുനാഗപ്പള്ളി വിജയലക്ഷ്മി കൊലപാതക കേസ് അമ്പലപ്പുഴ പോലീസിന് കൈമാറും. കൃത്യം നടന്നത് അമ്പലപ്പുഴ സ്റ്റേഷൻ പരിധിയിലായതിനാലാണ് കൈമാറ്റം. കരുനാഗപ്പള്ളി CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. പ്രതി ജയചന്ദ്രൻ ഇപ്പോൾ കൊല്ലം ജില്ലാ ജയിലിലാണുള്ളത്. കേസിന്റെ കൈമാറ്റ നടപടികൾ പൂർത്തിയായാൽ അമ്പലപ്പുഴ പോലീസ് പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകും. തെളിവെടുപ്പടക്കം നടത്തുക അമ്പലപ്പുഴ പോലീസിന്റെ നേതൃത്വത്തിലായിരിക്കും. ആലപ്പുഴ നഗരത്തിലെ ജുവലറിയിൽ വിറ്റ വിജയലക്ഷ്മിയുടെ സ്വർണം അത് തിരികെ എടുക്കേണ്ടതുണ്ട്. ന്യൂസ് 18 ക്യാമ്പയിൻ മറക്കരുത് വയനാടിനെ. മൊറട്ടോറിയം പ്രഖ്യാപനം കൊണ്ട് വയനാട്ടിലെ ബാങ്ക് വായ്പാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല എന്ന ദുരന്തത്തിന് ഇരയായവർ. മൊറട്ടോറിയത്തിന്റെ കാലയളവ് കഴിഞ്ഞാൽ പലിശയടക്കം പിന്നീട് തിരിച്ചടക്കേണ്ടി വരും. സർവ്വസ്വത്തുക്കളും ഉപജീവന മാർഗവും ഇല്ലാതെയായ യൂസഫ് വായ്പ എങ്ങനെ തിരിച്ചടയ്ക്കും എന്ന ചോദ്യം ഉന്നയിക്കുന്ന പലരിൽ ഒരാളാണ്. Good morning, teachers and all my dear friends. Today I would like to speak a few words about the importance of water. There is a famous saying, if you save water, water will save you. All living things on earth need water. Life without water can be never imagined. Human beings and all other animals cannot be survive without water. Planets also need water to grow and survive. ഒന്നാം ക്ലാസ്സുകാരി ഋഷ മെഹബിൻ വെള്ളത്തിന്റെ ശക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത് ഒരുപക്ഷെ ഉപ്പൂപ്പ യൂസഫിനും ഉമ്മുമ്മ സൂറാബിക്കും മനസ്സിലായിരിക്കണമെന്നില്ല. പക്ഷേ എല്ലാം തകർത്തെറിയുന്ന വെള്ളത്തിന്റെ രൗദ്രഭാവത്തെക്കുറിച്ച് ഇവർക്കല്ലാതെ മറ്റാർക്ക് പറയാനാകും. ദുരന്തം നടന്ന രാത്രി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു യൂസഫ്. അക്കാരണം കൊണ്ടാണ് അദ്ദേഹവും കുടുംബാംഗങ്ങളും രക്ഷപ്പെട്ടത്. ദിവസങ്ങൾക്കപ്പുറം വീട് നിന്ന ഇടത്തുനിന്ന് ലഭിച്ച പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു മുസല്ലയും കുറച്ച് രേഖകളും പോലീസ് അവർക്ക് നൽകി. 40 വർഷത്തോളം ചൂരൽമലയിൽ അവർ താമസിച്ചു എന്നതിന്റെ ഏക രേഖ. ബാങ്കിൽ നിന്നും വായ്പയെടുത്താണ് സ്വന്തമായി വീടെന്ന സ്വപ്നം പൂർത്തിയാക്കിയത്. കിണർ വൃത്തിയാക്കുന്ന ജോലിയാണ് യൂസഫിന്. ജോലി സാമഗ്രികളും സ്കൂട്ടറുമെല്ലാം ഉരുൾപൊട്ടലിൽ നഷ്ടമായി. ഇനി എന്തു ചെയ്യുമെന്നറിയില്ല. ഞാൻ ഇപ്പോഴും കഴിഞ്ഞ ഇലക്ഷന്റെ പിറ്റേന്നും ഇലക്ഷൻ്റെ ഇങ്ങനെ രണ്ടാളും കൂടി പോയി. അവിടെ ഇലക്ഷന്റെ പിറ്റേന്നും പോയിട്ട് പുഴയെ കൂടെ ഇങ്ങനെ നടക്കുക. എൻ്റെ വണ്ടി എവിടെയും കിട്ടുമോ എന്നില്ല. വണ്ടി എൻ്റെ അരിപ്രശ്നമായിരുന്നു സാറേ. ബൈക്കൊരു പിന്നെ 2 വീലർ ഉണ്ടായിരുന്നു. അതെൻ്റെ അരിപ്രശ്നമായിരുന്നു സാറേ. അത് വലിയ ഞാൻ അതുകൊണ്ട് മാത്രം പണിക്ക് പോകുന്നത്. ഞാൻ അതിലായിട്ട് പിക്കാസ്, ഞാൻ പറഞ്ഞ സാറേ, കുളങ്കോരി, കൊട്ട, ടിന്ന്, കയറ് എല്ലാ സാധനവും വെച്ച് കെട്ടി രാവിലെ എണിച്ചാൽ ഞാൻ എല്ലാ വീടുകളിൽ കൂടെ കിണർ കഴുകാൻ ഇങ്ങനെ ഫിറ്റ് ആങ്കി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പുതിയത് കുത്തിക്കൊടുക്കുക, ഇങ്ങനത്തെ പഠിക്കുക. എൻ്റെ കൂടെ വേറെ 3-4 ആളും ഉണ്ട്. ഞങ്ങളിങ്ങനെ അതിൽ നടക്കുന്നത് സാർ. അപ്പോൾ ആ വണ്ടി പോയത് വലിയ കഷ്ടത്തിലാണ്. ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും വായ്പയെടുത്താണ് വീട് നിർമ്മിച്ചത്. 2 ലക്ഷത്തിലധികം രൂപ ഇനിയും തിരിച്ചടയ്ക്കാനുണ്ട്. നിലവിൽ മൊറട്ടോറിയത്തിന്റെ സാവകാശമുണ്ടെങ്കിലും ഇതെല്ലാം തിരിച്ചടക്കേണ്ടി വരുമെന്ന് ഉറപ്പാണെന്നും യൂസഫ്. അത് വലിയ പ്രശ്നമില്ല. ഇപ്പം മൊറട്ടോറിയം ഇതൊക്കെ കിട്ടുമെന്ന് പ്രശ്നമില്ല. പക്ഷെ നമ്മളിനിപ്പോൾ അത് കൊണ്ടുപോയിട്ട് മൊറട്ടോറിയം കഴിഞ്ഞ് ഒന്നിച്ചടക്കണം. 19 ഇങ്ങനെ ഒരു അബദ്ധം ഞങ്ങൾക്ക് പറ്റിയതാണ്. കാരണം 19 6 മാസം 8 മാസമായിട്ട് അതുപോലെ മൊറട്ടോറിയൊക്കെ ഒന്ന് ബാങ്കുകാർ ചോദിച്ചില്ല. ഇത് കഴിഞ്ഞ പാട് 8 മാസം കഴിഞ്ഞ പാട് ഒരു കടലാസ് കൊണ്ടുപോയിട്ടുണ്ട് ചുമരിൽ ഒട്ടിച്ചിട്ട്. ഒരു കടലാസ് കൊണ്ടുപോയിട്ട് ബാങ്ക് ചുമലെടുത്തിട്ടുണ്ട്. അതിപ്പോൾ മൊറട്ടോറിയം പ്രഖ്യാപിച്ചവരുടെയൊക്കെ സ്ഥിതി അതേ സ്ഥിതിയായിരിക്കും. കാരണം ഈ മൊറട്ടോറിയം കൊണ്ട് നമ്മൾ തൽക്കാലം കടത്തിന്റെ മുകളിൽ കടം പിന്നെ ആക്കുകയാണെന്നല്ലേ ഉള്ളൂ. പലിശ വീണ്ടും കേടല്ല സാർ. അപ്പോൾ ബാങ്കുകളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാർ. അവർ കിട്ടാവുന്ന ഏത് വഴിയൊക്കെ ഉണ്ടോ അതൊക്കെ അവർ നോക്കും. പുനരധിവാസം അടക്കമുള്ള വിഷയങ്ങളിൽ ആശങ്കകൾ മാത്രമാണ് നിലനിൽക്കുന്നത്. ആരോഗ്യസ്ഥിതി മോശമായതിനാൽ പഴയ പോലെ ജോലി ചെയ്യാനാകുമോ എന്നും അറിയില്ല. ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാൻ മുന്നിൽ വഴിയൊന്നുമില്ല. കേന്ദ്ര ഇടപെടലില്ലാതെ ഇക്കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകില്ല. കേന്ദ്രം സഹായം പ്രഖ്യാപിച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നൽകിയ പ്രതീക്ഷ വെറുതെയാകുമോ എന്ന ആശങ്കയും ഇവർ പങ്കുവയ്ക്കുന്നു. പ്രധാനമന്ത്രി വന്നപ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയായിരുന്നു എന്തെങ്കിലും നമ്മുടെ കേരളത്തിന് കിട്ടും
അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കും എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷ. എല്ലാ പ്രദേശങ്ങളും ഇപ്പോൾ മങ്ങിക്കിടക്കുകയാണ് സാറേ. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കണം. നമ്മൾ ഇന്ത്യക്കാരല്ലേ സാറേ, അപ്പം നമുക്ക് പ്രഖ്യാപിക്കണം. നമുക്ക് കിട്ടാൻ നമ്മൾ കേരള ഒരു സ്റ്റേറ്റ് അല്ലേ, നമുക്ക് പ്രധാനമന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് സാറേ. എന്തെങ്കിലും തരും എന്ന് നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നു. ഇത് ഇവരുടെ മാത്രമല്ല, ദുരന്തത്തിനിരയായ വയനാട്ടിലെ സാധാരണക്കാരെല്ലാം പങ്കുവയ്ക്കുന്ന ഒരാശങ്കയാണ്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന MP-മാരുടെ യോഗം ഇന്ന് തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ രാവിലെ 11 മണിക്കാണ് യോഗം. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിലടക്കം കൈക്കൊള്ളേണ്ട നടപടികൾ യോഗത്തിൽ ചർച്ചയാകും. വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് കേന്ദ്രം വാഗ്ദാനം നൽകിയ സഹായം പൂർണ്ണമായി ലഭിക്കാത്ത സാഹചര്യവും വിലയിരുത്തും എന്നാണ് സൂചന. സ്ഥലത്തില്ലാത്തതിനാൽ ശശി തരൂർ MP ഒഴികെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. ഗൗതം അദാനിക്ക് അമേരിക്കയിൽ കുരുക്കായി വഞ്ചന തട്ടിപ്പ് കേസുകൾ. സൗരോർജ്ജ കരാറുകൾ ലഭിക്കാൻ ഉദ്യോഗസ്ഥർക്ക് $265 കോടി കോഴ നൽകിയെന്ന കേസിൽ ഗൗതം അദാനിക്ക് കുറ്റപത്രം നൽകി. കോഴ നൽകിയ കാര്യം മറച്ചുവെച്ച് അമേരിക്കയിലെ നിക്ഷേപകരിൽ നിന്ന് മറച്ചുവെച്ചു എന്നുള്ളതാണ് കേസ്. US അറ്റോർണി ഓഫീസറാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ഡോക്ടർ സജിമോൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നു. സജിമോൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? നമ്മൾ ശബരിമല വാർത്തകളിലേക്ക് പോകും. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. കഴിഞ്ഞ 6 ദിവസങ്ങൾക്കുള്ളിൽ സന്നിധാനത്ത് ദർശനത്തിനെത്തിയത് 3.25 ലക്ഷത്തോളം പേരാണ്. ഇന്നലെ 63,000-ലേറെ പേർ ദർശനം നടത്തി. വരുമാനത്തിൽ 5 കോടിയോളം വർധനയുമുണ്ട്. സജി സിവാരുടെ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ 6 ദിവസങ്ങളായി 3,74,071 പേരാണ് തീർത്ഥാടനത്തിനായി ശബരിമലയിലേക്ക് എത്തിയത്. അതിൽ ഓരോ ദിവസവും 10,000-ഓളം കുട്ടികളുമാണ് ഓരോ ദിവസവും എത്തുന്നത്. 63,043 ഇന്നലത്തെ കണക്ക്. അതിന് മുമ്പത്തെ ദിവസം 64,484, ആദ്യ ദിവസം 30,657 തീർത്ഥാടകർ എത്തി. ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് 18-ാം തീയതിയാണ്, കഴിഞ്ഞ ദിവസമാണ്. 75,959 പേരാണ് എത്തിയത്. എന്നാൽ 80,000 എന്ന സർക്കാരിന്റെ കണക്കിലേക്ക് എത്തുന്നില്ല. കാരണം സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം കുറവാണ്. ഒപ്പം തീർത്ഥാടകർ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്താൽ തന്നെ പലർക്കും എത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അവർക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ അവർ ക്യാൻസൽ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യമാണുള്ളത്. പലരും പ്രായമായവരും കുട്ടികളും ഉണ്ട്. അവർക്കൊക്കെ സൗകര്യങ്ങൾ ഒരുക്കുന്ന ജീവനക്കാർ എന്നോടൊപ്പമുണ്ട്. താങ്കളുടെ പേരെന്താണ്? രാംദാസ്. ഏത് സർവീസാണ്? നമ്മൾ സ്ട്രെച്ചർ സർവീസ്, ദേവസ്വം ബോർഡിന്റെ. ആള് ഒരുപാട് പേര് വയ്യാതെ വരുന്നവരെയൊക്കെ, സുഖമില്ലാതെയൊക്കെ ആസ്പത്രിയിൽ എത്തിക്കല്, കുഴഞ്ഞു വീഴുന്നവര്, അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ആസ്പത്രി. തിരക്ക് കൂടുതലായിട്ടാണോ അങ്ങനെ ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുന്നത്? അതെ, തിരക്ക് കൂടുതൽ. ഒരുപാട് തിരക്കുണ്ടാകുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ, പല അസുഖങ്ങളുള്ളവര്, അങ്ങനെ ഉള്ളവരൊക്കെ കുഴഞ്ഞു വീഴലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവരെ നമ്മളെടുത്ത് ആസ്പത്രിയിൽ എത്തിക്കുകയും. ഏത് ആശുപത്രിയിലേക്കാണ് നിങ്ങൾ സാധാരണ ആദ്യം? നമ്മളിവിടെ നടപ്പന്തലില് ആസ്പത്രി ഉണ്ട്, അവിടെ കൊണ്ട് എത്തിക്കും. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ? എല്ലാ സൗകര്യമുണ്ട് അവിടെ. പിന്നെ അവരെ ഏൽപ്പിച്ച്, ഡോക്ടർമാരെയൊക്കെ ഏൽപ്പിച്ച് അവരെ എല്ലാം കഴിഞ്ഞ് അതിന് ശേഷം ഞങ്ങൾ തിരികെ വരാം. വിദഗ്ധ ചികിത്സ ആവശ്യം വേണ്ട രോഗികളെ സംബന്ധിച്ചുള്ളത് എന്താണ് നിങ്ങൾ ചെയ്യാറ്? അത് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കൂടുതൽ പറ്റാത്തവരെ പമ്പയ്ക്ക് കൊണ്ടുപോകും. പമ്പയിൽ പറ്റാത്തവരെ പത്തനംതിട്ട ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഇതെല്ലാം നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ? ഇവിടുന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കും. അവിടെ നിന്ന് അവർ ആംബുലൻസിൽ പമ്പയ്ക്ക് ഇറക്കും. പമ്പയിൽ പോയി പമ്പയിൽ പറ്റുന്നത് പമ്പയിൽ ചെയ്യും, അല്ലാത്തവർ അത് പത്തനംതിട്ട ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും. എത്ര ജീവനക്കാർ ഇക്കാര്യത്തിന് വേണ്ടി, അതായത് സ്ട്രെച്ചർ സർവീസിൽ? 20 പേരുണ്ട്. സന്നിധാനത്ത് 10 പേരുണ്ട്. താഴെ ഒരു 10 പേരുണ്ട്. ബാവരുന്ന ആളെ 10 പേര്, ഇവിടെ സന്നിധാനം 10 പേരുണ്ട്. ഈ ശരണ വഴികളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എന്താ ചെയ്യുക? ശരണ വഴികളിലൊക്കെ അവിടെയൊക്കെ ഞങ്ങളുടെ ഓരോ ക്യാമ്പുകളുണ്ട്. അവിടെ എത്തിക്കാൻ മരക്കൂട്ടത്തുണ്ട്, അപ്പാച്ചിമാടുണ്ട്, ശരംകുത്തിയിലുണ്ട്, ഇവിടെ സന്നിധാനത്തുണ്ട്, താഴെ വാവരുന്ന അവിടെയുണ്ട്.
നമ്മുടെ നിൽക്കാതെ വിശ്രമമില്ലാതെ കയറുന്നത് കൊണ്ടാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അത് കുറെ പേര് തിരക്ക് പിടിച്ച് കയറുന്നവരുണ്ടാവും, സമാധാനത്തിൽ വരുന്നവരുണ്ടാവും. ഈ ഷുഗർ BP ഉള്ളവർ ശ്രദ്ധിക്കാതെ അങ്ങനെ വരുന്ന സമയത്ത് മരുന്ന് കഴിക്കില്ല, ചിലവർ ഭക്ഷണവും കിട്ടാതെ. അപ്പം അങ്ങനെയൊക്കെ കയറി വരുന്നവരാവും പെട്ടെന്ന് കുഴഞ്ഞു വീഴലും കാര്യങ്ങളും ഇങ്ങനെ അസുഖങ്ങൾ പലവരും ഉണ്ടാവും. അപ്പം അങ്ങനെ വരുന്ന പറ്റുന്ന ഒരു കഴിഞ്ഞ ദിവസങ്ങളിലെ തിരക്ക് എങ്ങനെയാണ്? കഴിഞ്ഞ നേരത്തെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് കുറച്ച് തിരക്ക് കമ്മിയാണ്, വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ മുന്നൊക്കെ നല്ല തിരക്കായിരുന്നു. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ ബുദ്ധിമുട്ടുള്ള ആളുകൾ, നേരത്തെ തന്നെ രോഗങ്ങളുള്ള ആളുകൾ വരുമ്പോൾ കൂടുതൽ സൂക്ഷിക്കണം എന്നാണ് ഈ ജീവനക്കാർ പറയുന്നത്. അവർ എത്തുമ്പോൾ സൗകര്യപ്രദമായ രീതിയിൽ വിശ്രമിച്ച ശേഷം വേണം മല കയറാൻ. കൂടുതൽ കിതപ്പനുഭവപ്പെടുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും കുറെ കൂടെ ഒരു വിശ്രമം ആവശ്യമാണ്. അത്തരത്തിൽ സമയത്ത് ആഹാരം, ഭക്ഷണം, അതുപോലെ വേണ്ട മരുന്നുകൾ കയ്യിൽ കരുതുക, ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. അല്ലെങ്കിൽ ആണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനമുണ്ട്. ആശുപത്രിയിൽ സുസജ്ജമായി ഇരിക്കുകയാണ് സന്നിധാനത്തെ ആശുപത്രി. ഒപ്പം തന്നെ കൂടുതൽ വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ താഴെ പമ്പയിലും പിന്നീട് പത്തനംതിട്ട ആശുപത്രിയിലുമെല്ലാം എത്തിക്കുന്ന ഒരു സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ 2 ദിവസങ്ങളായി തിരക്ക് അല്പം കുറവാണ്. 65,000-ൽ താഴെ ആളുകൾ മാത്രമാണ് ഓരോ ദിവസവും എത്തുന്നത്. നേരത്തെ 75,000-ൽ പരം ആളുകൾ വന്ന ദിവസമുണ്ടെങ്കിൽ പോലും 9,000 എന്ന സർക്കാരിന്റെ കണക്കിലേക്ക് എത്തുന്നില്ല എന്നുണ്ട്. അതിനുവേണ്ടി കൂടുതൽ സ്പോട്ട് ബുക്കിംഗുകൾ വേണമെന്നാണ് ദേവസ്വം അധികൃതർ അഭ്യർത്ഥിക്കുന്നത്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. കൊച്ചി ദേവസ്വം ബോർഡിനെതിരെ തിരുവമ്പാടി ദേവസ്വം, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പെരുമാറ്റം കൊച്ചി രാജാവിനെ പോലെയാണെന്നാണ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാറിന്റെ വിമർശനം. ദേവസ്വം ബോർഡിന്റെ തിട്ടൂരം തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളോട് വേണ്ട. രാഷ്ട്രീയക്കാരെ ഉൾപ്പെടുത്തിയുള്ള ഉന്നതാധികാര സമിതി പൂരം ഹൈജാക്ക് ചെയ്യാനുള്ള നീക്കമാണ് എന്നും ഗിരീഷ് കുമാർ ആരോപിച്ചു. തിരുവമ്പാടിയെയും 2 തട്ടിലാക്കി ഭരിക്കുന്നതിന് ഡിവൈഡ് ആൻഡ് റൂള് അദ്ദേഹം അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും ഈ എന്തൊരു കുബുദ്ധിയുടെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. അതൊക്കെ വില പോകില്ല. ഞങ്ങളെന്നും അന്നും ഇന്നും പറയേണ്ട കാര്യങ്ങൾ അന്നും പറയും, ഒക്കേണ്ട സമയത്ത് ഒക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിൽ ആനന്ദം കൊള്ളേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഭരിക്കാൻ ഉദ്ദേശിക്കും വേണ്ട. ഇവിടെ പൂരം നടക്കണമെങ്കിൽ പൂരത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും ഘടകപൂരങ്ങളും ഒപ്പം നിന്ന് അതിൻ്റെ ഭംഗിയോടെ പ്രൗഢിയോടെ ഞങ്ങൾ ഇത്ര നാളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടന്ന ആ പൂരം വളരെ ഭംഗിയായി നടത്താൻ ഞങ്ങൾക്ക് സാധിക്കും. അതിന് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയോ അല്ലെങ്കിൽ ഉന്നതാധികാര സമിതിയുടെയോ ഒരു തീരുമാനവും വേണ്ട എന്ന് വ്യക്തമായി ഇവിടെ പറയുകയാണ്. ഇവിടുത്തെ LDFിൻ്റെ നേതാക്കളുമായി നമ്മൾ ഈ വിഷയം സംസാരിച്ചപ്പോഴാണ് അവരിതിന് ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ദേവസ്വങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും തരും, എല്ലാവിധ പൂരത്തിന് ഒരു തടസ്സവും ഉണ്ടാവില്ല വളരെ വ്യക്തമായി പറഞ്ഞിട്ടും ആ തീരുമാനങ്ങളെ വരെ കാറ്റിൽ പറത്തുന്ന രീതിയിലാണ് ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഇപ്പോഴത്തെ തീരുമാനങ്ങളും ഈ സത്യവാങ്മൂലം. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വത്തിന്റെ കാര്യങ്ങൾ നടത്താൻ ഉന്നതാധികാര സമിതി രാഷ്ട്രീയക്കാരും മറ്റുള്ള ആൾക്കാരും അതിൽ ഇടപെടേണ്ട കാര്യമില്ല. അതൊരു ഒറ്റലാക്കലോ അതിൻ്റെ സ്വത്തുകൾ, അതിൻ്റെ സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ളതിൻ്റെ ലാപ്പ് മാത്രം വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷം എന്താണോ വാടക നൽകിയത് ആ വാടക നൽകിയാൽ മതി എന്ന് പറഞ്ഞിട്ടും ഈ അതായത് കൊച്ചിൻ മഹാരാജാവ് എന്ന് അഹങ്കരിക്കുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത് ഈ ദിവസം വരെ അത് അംഗീകരിച്ചിട്ടില്ല. മൂകാംബിക ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന മലയാളി കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് 7 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. കുന്താപുര ഉടുപ്പി ദേശീയപാതയിൽ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിന് മുൻവശത്തായിരുന്നു അപകടം. പയ്യന്നൂരുകാരായിട്ടുള്ള ചിത്ര, അനിത എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവർ സഞ്ചരിച്ച ഇന്നോവ കാറിൽ മീൻ ലോറി ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ മണിപ്പാലിലും വിവിധ ആശുപത്രികളുമായി പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഇന്നോവ കാർ പൂർണ്ണമായും തകർന്നു. മഹാരാഷ്ട്രയിൽ BJP നേതൃത്വം നൽകുന്ന മഹായുതിക്കാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും വിജയം പ്രവചിക്കുന്നത്. പാടെ തെറ്റിയ സമീപകാല തെരഞ്ഞെടുപ്പുകളിലെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ചൂണ്ടിക്കാട്ടി ശനിയാഴ്ച നടക്കുന്ന വോട്ടെണ്ണലിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് മഹാവികാസ് അഘാഡി നേതാക്കൾ.
60% പേർ മാത്രമാണ് മഹാരാഷ്ട്രയിൽ വോട്ടവകാശം വിനിയോഗിച്ചത്. 8 പ്രധാന ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 4 BJP ശിവസേന NCP സഖ്യത്തിന് വിജയം ഉറപ്പിക്കുന്നു. ചാണക്യ, മെട്രിക്സ്, പീപ്പിൾ പൾസ്, JCV സർവേകളിൽ 145 എന്ന മാജിക് നമ്പർ കടന്ന് മഹായുതിക്ക് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയം പ്രവചിക്കുന്നു. കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും NCP ശരത് പവാർ വിഭാഗവും ഉൾപ്പെടുന്ന മഹാവികാസ് അഘാഡിയുടെ വിജയം ഉറപ്പിക്കുന്നത് SAS പോൾസ് മാത്രമാണ്. ദൈനിക് ഭാസ്കർ ദിനപത്രത്തിന്റെ റിപ്പോർട്ടർമാർ നടത്തിയ സർവേയിൽ മഹാവികാസ് അഘാഡിക്ക് മേൽക്കൈ നൽകുന്നുണ്ടെങ്കിലും മഹായുതിയുടെ സാധ്യതകളെ പൂർണ്ണമായും തള്ളുന്നില്ല. പാർട്ടി തിരിച്ചുള്ള കണക്കുകളിൽ ഇരു മുന്നണികളിലുമായുള്ള 6 പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ മത്സരിച്ച BJP തന്നെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്ന് വ്യക്തമാക്കുന്നു. NCPയിൽ ശരത് പവാറും അജിത് പവാറുമായുള്ള പോരിൽ ശരത് പവാർ പക്ഷത്തിനാണ് കൂടുതൽ സർവേകളും മേൽക്കൈ നൽകുന്നത്. ശിവസേനയിൽ ഷിൻഡെ പക്ഷത്തിനാണ് കൂടുതൽ സീറ്റ് പ്രവചിക്കുന്നത്. പ്രവചനങ്ങൾക്കപ്പുറമുള്ള ജനവിധി ഈ ശനിയാഴ്ച അറിയാം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ജാർഖണ്ഡിൽ ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും BJPയുടെ വിജയം പ്രവചിക്കുമ്പോഴും JMM സഖ്യത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്കപ്പുറമുള്ള വിജയം BJPയും JMMഉം ഒരുപോലെ അവകാശപ്പെടുകയാണ്. എക്സിറ്റ് പോൾ ഫലപ്രവചനങ്ങളിൽ ഭൂരിപക്ഷവും BJP മുന്നണിക്ക് മേൽക്കൈ നൽകുന്നു. എന്നാൽ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പിക്കുന്നതല്ല ഭൂരിപക്ഷം ഫലപ്രവചനങ്ങളും. ആക്സിസ് മൈ ഇന്ത്യ മികച്ച ഭൂരിപക്ഷത്തോടെ JMM വിജയം പ്രവചിക്കുന്നു. 2019 ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JMM വിജയം പ്രവചിച്ചത് ആക്സിസ് മൈ ഇന്ത്യയാണ്. 81 അംഗ നിയമസഭയിൽ 53 സീറ്റാണ് JMMന് ഇവർ നൽകുന്നത്. മെട്രിക്സും പീപ്പിൾ പൾസും കേവല ഭൂരിപക്ഷമായ 41 കടന്നുള്ള BJP വിജയം ഉറപ്പിക്കുന്നു. മെട്രിക്സ് BJPക്ക് 47 സീറ്റ് വരെ നൽകുമ്പോൾ പീപ്പിൾ പൾസ് 53 സീറ്റ് വരെ നൽകുന്നു. JCV ഫലം BJPക്ക് അനുകൂലമാണെങ്കിലും കുറഞ്ഞ സീറ്റായി നൽകുന്നത് 40 ആണ്. മിക്ക എക്സിറ്റ് പോളുകളും BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുമെന്ന് പ്രവചിക്കുമ്പോൾ മറിച്ച് JMM ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുമെന്ന് പ്രവചിക്കുന്നവരുമുണ്ട്. എക്സിറ്റ് പോളുകളെ കവച്ചു വെക്കുന്ന വിജയം 23-നുണ്ടാകുമെന്നാണ് BJPയുടെയും JMMന്റെയും നേതാക്കൾ ഒരുപോലെ പ്രതികരിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലെ തൂക്കുപാലത്തിൽ സഞ്ചാരികളുടെ തിരക്ക് കൂടുകയാണ്. 1957 നിർമ്മിച്ച തൂക്കുപാലത്തിൽ നിരവധി സഞ്ചാരികൾ ഒരേ സമയം പ്രവേശിക്കുന്നത് അപകട സാധ്യത കൂട്ടുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. തൂക്കുപാലം നിലനിർത്തി സമാന്തരമായി പാലം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം എങ്ങും എത്തിയിട്ടുമില്ല. ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് പൊന്മുടിയും പരിസര പ്രദേശങ്ങളും. പന്നിയാർ പുഴയ്ക്ക് കുറുകെ 100 അടിയോളം ഉയരത്തിലുള്ള തൂക്കുപാലത്തിൽ നിന്നുള്ള കാഴ്ചകൾ ഏറെ ആസ്വാദ്യകരമാണ്. അതുകൊണ്ട് തന്നെ പൊന്മുടിയിലേക്കെത്തുന്ന സഞ്ചാരികൾ ഇവിടം സന്ദർശിക്കാതെ മടങ്ങാറില്ല. ഒരേ സമയം നിരവധി സഞ്ചാരികൾ പാലത്തിൽ പ്രവേശിക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നതായും കാഴ്ചകൾ ആസ്വദിക്കാൻ സഞ്ചാരികൾക്കായി പുതിയ പാലം നിർമ്മിക്കുമെന്ന അധികൃതരുടെ പ്രഖ്യാപനം പാഴ്വാക്കായതായും പ്രദേശവാസികൾ പറഞ്ഞു. തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് തൂക്കുപാലത്തിലുള്ള യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ പൊന്മുടി തൂക്കുപാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം നിർമ്മിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. വിനോദസഞ്ചാരികൾക്കായി തൂക്കുപാലം നിലനിർത്തി സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം ഉണ്ടായിരുന്നെങ്കിലും പുതിയ പാലത്തിനായി മണ്ണ് പരിശോധന നടത്തിയിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. കൊച്ചുകുട്ടികളടക്കം പാലത്തിൽ കയറുന്നതിനാൽ സുരക്ഷയുടെ ഭാഗമായിട്ടിരുന്ന ഇരുമ്പ് വലകളും തുരുമ്പെടുത്ത് നശിച്ചു. ഈ സാഹചര്യത്തിൽ പാലത്തിന്റെ ബലപരിശോധന നടത്തണമെന്നും പുതിയ പാലം നിർമ്മിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം അങ്ങാടിപ്പുറത്തേക്ക് പ്രത്യേക വാഹനത്തിൽ രാജസ്ഥാനിൽ നിന്നും കഴിഞ്ഞ ദിവസം എത്തിയത് 30 കുതിരകളാണ്. പ്രവാസി വ്യവസായിയായ വിഘ്നേഷ് വിജയകുമാറാണ് പ്രത്യേക ആനിമൽ ആംബുലൻസിൽ കുതിരകളെ ഇവിടെ എത്തിച്ചത്. അങ്ങാടിപ്പുറംകാർക്ക് ഇതൊരു പുതിയ കാഴ്ചയായിരുന്നു. കുതിരകളെ പ്രത്യേക വാഹനത്തിൽ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവരിക. ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും കേരളത്തിലേക്ക് ഇത്രയും അധികം കുതിരകളെ ഒന്നിച്ചു കൊണ്ടുവരുന്നത്. രാജസ്ഥാനിൽ നടക്കുന്ന പുഷ്കർ മേളയിൽ നിന്നാണ് വിഘ്നേഷ് വിജയകുമാർ കുതിരകളെ വാങ്ങിയത്. ഇത് ആദ്യമായല്ല ഇദ്ദേഹം കുതിരകളെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പോൾ കൊണ്ടുവന്ന 30 എണ്ണം കൂടി ചേർക്കുമ്പോൾ
63 കുതിരകളാകും അദ്ദേഹത്തിന്റെ കൈവശം. എന്തിനാണ് കുതിരകളെ ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നത് എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. മെയിനായിട്ട് ഇതിന്റെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോഴത്തെ ഒരു യങ്ങർ ജനറേഷൻ പല കാര്യങ്ങളിലായിട്ടും മനസ്സുകൊഴപ്പം എല്ലാവരും മൊബൈൽസ് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലേക്കും വഴിതിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ നമുക്കിപ്പോൾ കാണാം. അപ്പോൾ അതിൽ നിന്ന് ഒരു മനുഷ്യന്റെ മനസ്സിനെ ഒരു ക്രോഡീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇതിനെ എന്താ പറയുക ഒരു വേറൊരു ലൈനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് ജീവിയാണ് കുതിര എന്ന് പറയുന്നത്. അപ്പോൾ കുതിരയും അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിങ്ങും അറിയുന്നതന്നെ ഒരു വലിയ ഇതാണ്. കാരണം ഒരു ബോണ്ടേജ് ബിറ്റ്വീൻ എ ഹോഴ്സ് ആൻഡ് മാൻ എന്ന് പറയുന്നത് വളരെയധികം മനസ്സിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും മറ്റുള്ള പല രീതിയിലേക്ക് കുട്ടികളെ ചേഞ്ച് ആവാതിരിക്കാനും കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ആശയം കൂടി വെച്ചുകൊണ്ടാണ് കേരളത്തിലേക്ക് ഞാനിപ്പോൾ ഇത്രയധികം കുതിരകളെ കൊണ്ടുവന്ന് കുതിരസവാരി കൂടുതൽ ജനകീയമാക്കുവാനും ഇതിനെ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവരാനും ചില പദ്ധതികളും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. നമുക്കിതിന്റെ ഹോഴ്സ് റൈഡിങ്ങും അതേപോലെ തന്നെ എൻഡ്യൂറൻസിന്റെ ചില കാര്യങ്ങളും കേരള ടൂറിസത്തിന് ഞാൻ പറയാം കണ്ടമാനം ഹോഴ്സ് ഷിപ്സുള്ള യൂറോപ്യൻസ് ഇവിടെ വരുന്നുണ്ട്. നല്ല നല്ല ഏരിയാസ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ ടൂറിസം ഡെവലപ്മെന്റിനും വളരെയധികം സാധ്യത കാണുന്ന ഒരു ഫീൽഡാണ് ഈ ഫീൽഡ്. മാർവാരി, നുക്ര എന്നീ ഗണത്തിൽപ്പെട്ട വിവിധ ഇനം കുതിരകളെയാണ് വിഘ്നേഷ് വാങ്ങിയിരിക്കുന്നത്. ലക്ഷങ്ങളാണ് പല കുതിരകളുടെയും വില. കുതിരകളെ അങ്ങാടിപ്പുറത്തെ മീൻകുളത്തേക്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ച ശേഷമാണ് ഫാമിലേക്ക് കൊണ്ടുപോയത്. നേരത്തെ ഗുരുവായൂർ അമ്പലത്തിൽ കാണിക്കയായി സമർപ്പിച്ച താർ ലേലത്തിലെടുത്തും അമ്പലത്തിനു വേണ്ടി പുതിയ മുഖമണ്ഡപം സമർപ്പിച്ചും വിഘ്നേഷ് വിജയകുമാർ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ന്യൂസ് 18 മലപ്പുറം. വാർത്താരംഭം പൂർണ്ണമാകുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് 10 കാണാം.